ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹോം നോട്ട്സ്. ഇപ്പോൾ വീട്ടിലെല്ലാവരും വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ നമുക്ക് വെറുതെ കളയുന്ന ഇങ്ങനത്തെ കുപ്പിയൊക്കെ യൂസ് ചെയ്തിട്ട് നല്ലൊരു ഡെക്കറേറ്റീവ് പീസാക്കി മാറ്റിയാലോ. ഇതിപ്പോൾ വെറുതെ കിടന്നൊരു കുപ്പിയായിരുന്നു, ഞാൻ അതിനെ എടുത്തിട്ട് ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ചിട്ടൊന്ന് മനോഹരമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്കൊരു ഇമേജ് ട്രേസ് ചെയ്യാൻ പോവാം. ഇപ്പോൾ വിഷു ഒക്കെ വരാൻ പോലെ, അപ്പോൾ വിഷുവിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാൻ ഇതിലേക്ക് ഉദ്ദേശിക്കുന്നത്. വിഷു എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ആദ്യം ഏതാ വരിക? കണിക്കൊന്ന അല്ലേ. അപ്പോൾ കണിക്കൊന്നയും വിഷു ആശംസകളും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് ഞാൻ ഇതിലേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ഡിസൈൻ ഓൾറെഡി ഞാൻ പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ട്രേസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇങ്ങനത്തെ യെല്ലോ കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ട്രേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാനൊന്നും അറിയില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് വേണ്ടത്. നിങ്ങൾ ഇതിങ്ങനത്തെ ഡിസൈൻ ഗൂഗിളിൽ നിന്നൊക്കെ എടുത്തിട്ട് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഇതുപോലെ ട്രേസ് ചെയ്തിട്ട് നമുക്കൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം വെറുതെ ഇരിക്കുകയാണെങ്കിൽ വേഗം തന്നെ ഒരു കുപ്പി എടുത്തോളും, വരയ്ക്കാൻ തുടങ്ങിക്കോളൂ. ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കാർബൺ പേപ്പറും അതുപോലെ നമ്മുടെ ഡിസൈനും കൂടി ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുത്തു. കാരണം നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതിനെ ട്രേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഇതിലേക്ക് ട്രേസ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ട്രേസായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇത് പെയിൻറ്റ് ചെയ്യാം. പിന്നെ മെയിനായിട്ട് വേണ്ടത് യെല്ലോയും ഗ്രീനുമാണ്. പിന്നെ ഇതാ കുറച്ച് 2-3 ബ്രഷും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളറിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്. ഞാനിതിൽ എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുകളിലേക്ക് ഞാൻ കുറച്ച് ലീവ്സ് എക്സ്ട്രാ വരച്ചു കൊടുത്തു. കാരണം അല്ലെങ്കിൽ ബ്ലാങ്കായി കിടക്കുമ്പോൾ ഒരു ഭംഗിക്കുറവ് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ലീവ്സ് എക്സ്ട്രാ വരച്ചു കൊടുത്തു. ബാക്കിയെല്ലാം ഞാൻ നേരത്തെ കാണിച്ച അതേ ഡിസൈൻ തന്നെയാണ്. അപ്പം ഈ കണിക്കൊന്നയിൽ വിശ്വാസത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയുണ്ട്? കൊള്ളാമോ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടമായില്ലേ? നിങ്ങൾ കമൻസിലൂടെ എന്തായാലും എന്നെ അറിയിക്കണം. കൂടാതെ നിങ്ങൾ ആരെങ്കിലും ഈ മോഡലൊക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ ഫോട്ടോസ് എനിക്ക് അയച്ചു തരും കൊണ്ട് ചെയ്യണം. ഞാൻ കമൻറ്റ് ടാബിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.